വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പൊ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ സമോസ സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, എഗ് സമോസയാണ് കേട്ടോ. അപ്പൊ കുറച്ച് വെറൈറ്റി ആയിട്ട് പറ്റിയതായ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയാൻ നോക്കാം എങ്ങനെയാണ് നല്ല അടിപൊളി എഗ് സമോസ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതോടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതോടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതോടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പോടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. അടുത്തത് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഒഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോടൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആദ്യം നമുക്ക് 1 കപ്പ് മൈദ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മൈദയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് നെയ്യും ഉപ്പും അതുപോലെ മൈദയും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാമേ.
നെയ്യും അതുപോലെ ഉപ്പും മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പം ചെറിയൊരു നനവ് വരും കേട്ടോ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേ. അപ്പം അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമുക്കിനി പരത്തിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് മൈദ ഇങ്ങനെ തൂവി കൊടുത്താൽ മതിയാവേ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പരത്തി നോക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. കട്ടി കുറച്ച് എത്ര പരത്താമോ അത്രയും കട്ടി കുറച്ച് പരത്തിയെടുക്കുക. അപ്പം ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം മൈദ ഒന്ന് തൂവി കൊടുത്താൽ മതിയാവേ. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അല്പം വെള്ളം എടുത്ത് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. വെള്ളം മതി കേട്ടോ, വെള്ളം ധാരാളമാണ്. അടുത്ത സൈഡ് എടുത്ത് ഇതിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് പ്രസ് ചെയ്തപ്പോൾ ഒട്ടും ലീക്കില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതെ, നമ്മുടെ പോക്കറ്റ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനുള്ളിലാണ് നമ്മൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം അല്പം വെള്ളം നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. കണ്ടോ, നമ്മുടെ സമോസയുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. നമ്മൾ അകത്ത് വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി സമോസ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള സമോസ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സമോസയുടെ 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ടെമ്പറേച്ചറിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ ഇടുക, പിന്നെ മീഡിയം ആക്കുക, അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സമോസ എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഇത് ഷീറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും ഷീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ട് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഫില്ലിങ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള സമോസയ്ക്ക് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ആ ഫില്ലിങ് വെച്ച് സമോസ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് സമോസയുടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എഗ് സമോസ? അടിപൊളിയായിട്ടില്ലേ? അപ്പൊ സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ഒരു സമോസയാണ് കേട്ടോ. അത് മാത്രമല്ല എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.
രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.